ഹായ് ഫ്രണ്ട്സ്, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കടലക്കറി റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് വെള്ളക്കടലയാണ്. ഇത് ഏകദേശം ഒരു 6-7 മണിക്കൂർ കുതിർത്ത കടലയാണ്. ഇതെങ്ങനെ പാകം ചെയ്യാമെന്ന് നോക്കിയാലോ. ഇനി കുക്കർ അടുപ്പിലോട്ട് വയ്ക്കുക. കുക്കർ നല്ലതുപോലെ ചൂടായതിന് ശേഷം പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ഇട്ട് പൊട്ടിക്കുക. ഒപ്പം തന്നെ സവാളയും കൂടി ചേർക്കുക. 2 സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്. കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർക്കുക. സവാള പെട്ടെന്ന് വഴഞ്ഞ് വരുന്നതിന് വേണ്ടി 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുക. ശേഷം ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും തക്കാളിപ്പഴവും കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കടലയും കൂടി ചേർക്കുക. ഇതൊരു 6-7 മണിക്കൂർ കുതിർത്ത കടലയാണ്. ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി എന്നിവയാണ് ചേർക്കേണ്ടത്. ഇവയെല്ലാം ചേർത്തതിന് ശേഷം ഏകദേശം ഒരു 2-3 സെക്കൻഡ് നല്ലതുപോലെ വഴറ്റുക. അതിൻ്റെ പച്ചമണം മാറുന്നതിന് വേണ്ടിയാണ്. ശേഷം ഇതിലേക്ക് കടല ഇട്ട് കൊടുക്കുക. കടല ഇട്ടതിന് ശേഷം നല്ലതുപോലെ തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതും കൂടി നല്ലതുപോലെ ഒഴിച്ച് കുക്കറൊന്ന് മൂടി വയ്ക്കുക. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർക്കുക. സവാള വഴന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രമേ നമ്മൾ ഉപ്പ് ചേർക്കാവൂ. ശേഷം ഇത് നമുക്ക് അടച്ച് വയ്ക്കാം. ഏകദേശം ഒരു 5 വിസിൽ കേൾപ്പിക്കുക. ഇപ്പോൾ കടലക്കറിയൊക്കെ പാകമായി വന്നിട്ടുണ്ട്. വിസിൽ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാവുന്നതാണ്. നമുക്കിതിന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് ചെറിയൊരു മസാല കൂടി തയ്യാറാക്കണം. അതും കൂടി എങ്ങനെയാണെന്ന് നോക്കാം. കറി ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കൊരു ചെറിയ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങയും 1 നുള്ളി പെരുംജീരകവും 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ശേഷം ഇത് ഈ കറിയിലോട്ട് ഒഴിക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തിളപ്പിക്കുക. ശേഷം ഇതിലേക്ക് മല്ലിയിലയും കൂടി ചേർക്കുക. വളരെ സ്വാദിഷ്ടമായ കടലക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം കമൻസിലൂടെ പറയുക. താങ്ക് യു സോ മച്ച്.